എല്ലാവർക്കും നമസ്കാരം. ഞാനിപ്പോ കോയമ്പത്തൂരിലുള്ള മോഡേൺ ഡയറി മെഷീൻസിലെ യൂണിറ്റിന്റെ ഫ്രണ്ടിലാണുള്ളത്. ഇവിടെ കേരളത്തിലെ കർഷകരുടെ പ്രശ്നമൊക്കെ മനസ്സിലാക്കി അവർക്ക് വേണ്ടി ഒരു കമ്പനിയും ഇറക്കാത്ത ഒരു പുതിയ മെഷീൻ ഇവിടെ ലോഞ്ച് ചെയ്തിട്ടുണ്ടെന്ന് കേട്ടറിഞ്ഞു വന്നാണ്. അപ്പോ എന്താണ് ആ മെഷീനെ കുറിച്ച്, എന്താണ് അതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ ഒന്ന് പറയാമോ? നമ്മളുടെ MDM ഒരു മെഷീൻ ലോഞ്ച് ചെയ്യാന്ന് വെച്ചാല് അതിലെ റിസർച്ചും പിന്നെ അതിന്റെ ടെക്നിക്കൽ വൈസുള്ള റിസർച്ച് അറിഞ്ഞിട്ടാണ് ഒരു മെഷീൻ ലോഞ്ച് ചെയ്യുന്നത്. അതേപോലെ നമ്മളുടെ നാട്ടുകാർക്ക് വേണ്ടി അവരുടെ കഷ്ടങ്ങളൊക്കെ തീർക്കാൻ വേണ്ടിയിട്ടാണ്, അവരുടെ ഫീഡ്ബാക്ക് കേട്ടിട്ടാണ് നമ്മൾ പുതിയതായിട്ട് ഒരു 10 years R&Dയിലുള്ള പ്രോസസ്സിലുള്ള മെഷീനാണ് ഇപ്പോൾ നമ്മൾ ലോഞ്ച് ചെയ്യാൻ പോകുന്നത്. നമ്മളുടെ MDM പുതിയതായിട്ട് ലോഞ്ച് ചെയ്യുന്ന ഈ കൊക്കോ ഷെഡർ ഇതുവരെ ആരും കൊടുക്കാത്ത പ്രൈസിലും അതല്ലാതെ കൊടുക്കാൻ പറ്റാത്ത പ്രൈസിലുമാണ് പുതിയതായിട്ട് ഈ മെഷീൻ നമ്മൾ ലോഞ്ച് ചെയ്യാൻ പോകുന്നത്. അപ്പൊ ഇത്രയും റിസ്ക് എടുത്ത് ഇവര് വില കുറച്ച് ഇത്രയും ഫ്യൂച്ചേഴ്സ് ഉള്ള ഒരു മെഷീൻ ഇറക്കിയിട്ടുണ്ട്, ലോഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇത് ആർക്കൊക്കെ ഉപയോഗിക്കാമെന്നൊന്ന് പറയാമോ? നമ്മളുടെ നാട്ടുകാർക്കുള്ള ഒരുപാട് പ്രശ്നം എന്താന്ന് വെച്ചാൽ, ഈ തെങ്ങ് തോപ്പുള്ളവർക്കും വാഴത്തോപ്പുള്ളവർക്കും അടക്കത്തോപ്പുള്ളവർക്കും പിന്നെ ഈ കപ്പ കൃഷിയുള്ളവർക്കും ഇത് വളരെ ഉപയോഗകരമായ മെഷീനാവും. അതേപോലെ നല്ല ലാഭം തരുന്ന വകയിലാണ് നമ്മൾ ഈ മെഷീൻ വന്നിട്ട് ലോഞ്ച് ചെയ്തിട്ടുള്ളത്. നമ്മളുടെ MDM ഈ പുതിയതായിട്ട് ലോഞ്ച് ചെയ്ത മെഷീൻ ആർക്കൊക്കെ ഉപയോഗം എന്ന് വെച്ചാല് തെങ്ങ്, വാഴ, അടക്ക, അതല്ലാതെ കപ്പ കൃഷിയുള്ളവർക്ക് വളരെ ഉപയോഗകരമായിരിക്കും. അതല്ലാതെ അവരുടെ ചെലവ് കുറയും, അതേപോലെ ലാഭം ഇരട്ടിയാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളുടെ MDM നമ്മളുടെ കസ്റ്റമർക്ക് വേണ്ടിയിട്ട് ഈ കൊക്കോ ഷെഡർ ലോഞ്ച് ചെയ്യുന്നത്. ഇപ്പൊ നിലവിൽ ഇതേപോലെ വർക്ക് ചെയ്യുന്ന PTO ഷെഡറും മൾച്ചറൊക്കെ ഉണ്ടല്ലോ, പിന്നെ എന്തിനാണ് ഈ കൊക്കോ ഷെഡ് എന്ന് പറഞ്ഞ ഈ ഒരു വ്യത്യസ്തമായ ഒരു മെഷീൻ ഇറക്കാൻ കാരണം? ഈ PTO ഷെഡറും പിന്നെ മൾച്ചർ കൊണ്ട് 6 മാസത്തേക്ക് 10 ഏക്കറിൽ നമ്മൾ വന്നിട്ട് ക്ലീൻ ചെയ്യുകയാണെങ്കിൽ 6 മാസത്തേക്ക് നമുക്ക് ആൽക്കോളിയും പിന്നെ ഈ ഷെഡറിന്റെ മെഷീന്റെ കോസ്റ്റ് നോക്കുമ്പോൾ 25,000 രൂപയാണ് വരുന്നത്. എന്താന്ന് വെച്ചാല് ഇപ്പൊ നമുക്ക് ഒരു ദിവസത്തിന് നമുക്ക് ഈ പണികളൊക്കെ ഒന്നും ചെയ്യാൻ പറ്റില്ല. എന്തായാലും ഏകദേശം 2 ദിവസം വേണം. 2 ദിവസം വേണമെന്ന് പറഞ്ഞാൽ എങ്ങനെ? ഈ മെഷീന്റെ കൂലി കൊടുക്കണം. അതല്ല 2 ആൾക്കാർ വരില്ല, 4 ആൾക്കാരാ വരിക. അപ്പൊ 4 ആൾക്കാരെന്ന് വെച്ചാൽ 4 ആൾക്കാർക്ക് ദിവസത്തിന്റെ കൂലി കൊടുക്കണം. അതല്ലാതെ ഈ PTO ഷെഡർ ആയാലും ശരി, ഈ മൾച്ചർ ആയാലും ശരി, അവര് 1 മണിക്കൂറിനാണ് കൂലി ചോദിക്കുക. അപ്പോൾ നമ്മൾ കാൽക്കുലേഷൻ നോക്കുമ്പോൾ നമുക്ക് എത്രയും വരും? 25,000 രൂപയാണ് വരുന്നത്. ഈ കാൽക്കുലേഷൻ ഒക്കെ ഞാനൊന്നും പറഞ്ഞതല്ല, നമ്മളുടെ കർഷകരോട് ചോദിച്ചിട്ടാണ് ഈ കാൽക്കുലേഷൻ ഒക്കെ ഞാൻ പറഞ്ഞത്. നമ്മളുടെ MDMന്റെ കൊക്കോ ഷെഡർ കൊണ്ട് ഒരു മട്ട 5 സെക്കൻഡ്സിൽ പൊടിയാക്കാം. അങ്ങനെ നമ്മൾ ഒരു കാൽക്കുലേഷൻ നോക്കുമ്പോൾ 1 ഏക്കറിൽ 70 മരമാണെങ്കിൽ 10 ഏക്കറിൽ 700 മരങ്ങളാണ് ഉണ്ടാവുക. അപ്പോൾ ഒരു മന്തിൽ 2 മട്ട ആണെങ്കിൽ 1 മാസത്തിൽ 70 മരത്തിൽ 1400 പട്ടകളാണ് വീഴുന്നത്. അപ്പോൾ 6 മാസത്തിൽ കണക്ക് വെക്കുമ്പോൾ 8400 മട്ടകളാണ് താഴ്ന്നു വീഴുന്നത്. എന്നാൽ ഒരു മട്ട 5 സെക്കൻഡ്സ് നോക്കുമ്പോൾ 8400 മട്ടകളും 11.66, അതായത് 12 മണിക്കൂറിൽ നമ്മളുടെ കൊക്കോ ഷെഡർ കൊണ്ട് നമുക്ക് പൊടിയാക്കാൻ പറ്റും. 12 മണിക്കൂർ എന്ന് വെച്ചാൽ നമുക്ക് ഇത് ഒരു മണിക്കൂറിൽ 1 ലിറ്റർ പെട്രോളാണ് ഇതിന് ആവശ്യപ്പെടുന്നത്. അങ്ങനെ നോക്കുമ്പോൾ 12 മണിക്കൂർ ആണെങ്കിൽ ഏകദേശം നമുക്ക് 1200 മുതൽ 1300 വരെ നമുക്ക് ചെലവാകത്തുള്ളൂ. അതേപോലെ ഈ കൊക്കോ ഷെഡർ കൊണ്ട് നമുക്ക് ഇലക്ട്രിസിറ്റിയിലും വർക്ക് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് 50 മുതൽ 100 രൂപ വരെ നമുക്ക് ചെലവാകത്തുള്ളൂ. നിങ്ങൾക്ക് ഈ മെഷീനിൽ എഞ്ചിന് വേണ്ടാന്ന് വെച്ചാൽ നമുക്ക് മോട്ടറും ഫിറ്റ് ചെയ്യാം. മോട്ടർ ആണെങ്കിൽ നമുക്ക് 50 മുതൽ 100 രൂപയെ നമുക്ക് ചെലവാകത്തുള്ളൂ. നമ്മുടെ കൊക്കോ ഷെഡറിൽ എഞ്ചിന് വെച്ചാലും ശരി, മോട്ടർ വെച്ചാലും ശരി, സെയിം പെർഫോമൻസ് ആയിരിക്കും. എന്താന്ന് വെച്ചാൽ ഒരു മട്ട 5 സെക്കൻഡിൽ വെട്ടി തീർക്കും. നമ്മളുടെ MDMൽ 16 HP ഉണ്ട്, അതേപോലെ 7.5 HP ഉണ്ട്. മറ്റു കമ്പനിയിൽ 7.5 HP കൊടുക്കുന്ന പൈസ നമ്മളുടെ MDMൽ ഈ 16 HP കൊടുത്താൽ മതി. മറ്റു കമ്പനിയിലുള്ള മെഷീനറീസ് എന്തിനാന്ന് വെച്ചാൽ അടിമട്ട നമുക്ക് കട്ട് ചെയ്ത് ഇടണം. പക്ഷെ നമ്മളുടെ MDMലുള്ള കൊക്കോ ഷെഡ് എന്ന് വെച്ചാൽ നിങ്ങൾ അടിമട്ട അങ്ങനെ ഇട്ടാലും നിങ്ങൾക്ക് കട്ട് ചെയ്ത് കൊടുക്കും. നമ്മളുടെ നാട്ടുകാർക്ക് വേണ്ടി നമ്മളുടെ MDM ലോഞ്ചിങ് ഓഫർ ആയിട്ട് ഈ മെഷീൻ 16 HPന്റെ കോസ്റ്റ് എന്താന്ന് വെച്ചാൽ 1,09,990 ആണ്. പക്ഷെ നമ്മളുടെ നാട്ടുകാർക്ക് വേണ്ടി 40,000 ഡിസ്കൗണ്ടിലാണ് കൊടുക്കുന്നത്. അങ്ങനെയാന്ന് വെച്ചാൽ നിങ്ങൾക്ക് എത്ര വരും? 69,990 വരത്തുള്ളൂ. പിന്നെ ഈ 7.5 HP ആണെങ്കിൽ 69,990 രൂപയാണ്. പക്ഷെ നമ്മുടെ നാട്ടുകാർക്ക് വേണ്ടി 20,000 രൂപ ഡിസ്കൗണ്ടിലാണ് നമ്മൾ കൊടുക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ മെഷീന്റെ കോസ്റ്റ് എന്താ? 49,990 രൂപയേ ഉള്ളൂ. ഈ മെഷീൻ നിങ്ങൾക്ക് ഈ ഓഫറിൽ വേണമെന്ന് വെച്ചാല് ആദ്യം വിളിക്കുന്ന 50 പേർക്കാണ് ഈ ഓഫർ നമ്മളുടെ MDM കൊടുക്കുന്നത്. ഇത്രയും സ്പെസിഫിക്കേഷൻ ഉള്ള ഈ ഒരു മെഷീൻ 40,000 രൂപ ഡിസ്കൗണ്ടിലാണ് ഇവർ കൊടുക്കുന്നത്. അങ്ങനെ കൊടുക്കാനുള്ള കാരണം എന്താണ്? എന്താന്ന് വെച്ചാല് നമ്മളുടെ നാട്ടുകാർക്ക് പ്രോബ്ലം എന്താന്ന് വെച്ചാൽ ഈ തെങ്ങ് പട്ടയൊക്കെ നമ്മൾ എങ്ങനെയാ ഡിസ്പോസ് ചെയ്യാന്ന് വെച്ചിട്ട് കുറെ കാലമായിട്ട് അവർ ഭയങ്കര ബുദ്ധിമുട്ടിലായിട്ടുണ്ടായിരുന്നു. അപ്പൊ അവർക്ക് വേണ്ടിയിട്ട് നമ്മൾ ഒരു ഡിസ്കൗണ്ടിൽ കൊടുക്കാന്ന് നമ്മളുടെ MDM പുതിയതായിട്ട് ലോഞ്ച് ചെയ്ത ഓഫറാണ് ഇത്.
ഓക്കെ, ഇതിന്റെ സർവീസ് വാറണ്ടി നോക്കുമ്പോൾ 16 HP ആയാലും ശരി 7.5 HP ആണെങ്കിലും ശരി നിങ്ങൾക്ക് 1 year വാറണ്ടി ഉണ്ട്. ഇപ്പൊ നിങ്ങൾ എല്ലാവരും കേട്ടല്ലോ, 1 year സർവീസ് വാറന്റിയോട് കൂടി ക്വാളിറ്റിയിൽ ഒരു കോംപ്രമൈസും വരുത്തിക്കാണ്ട് ഇവർ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഈ 2 മെഷീൻസും ലോഞ്ച് ചെയ്തേക്കാണ്. അത് നമുക്ക് വേണ്ടിയിട്ടാണ് ലോഞ്ച് ചെയ്തത്. അപ്പൊ ഈ ഓഫർ എല്ലാവരും മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വിളിച്ചിട്ട് നിങ്ങൾ MDM ആയിട്ട് ബന്ധപ്പെട്ടിട്ട് ഈ മെഷീനെ കുറിച്ച് കൂടുതൽ അറിയാവുന്നതാണ്. താങ്ക് യു.